അസൈൻമെന്റ്സിനൊക്കെ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡ് ഐഡിയാസ് നോക്കാം. അസൈൻമെന്റ്സ് തന്നെ എഴുതാൻ പാടാണ്, ഇനി അതിൻ്റെ കൂടെ ബോർഡും കൂടെ വരയ്ക്കണോ എന്ന് ചോദിക്കുന്നവരോട് ഇത് വലിയ ടൈം എടുക്കുന്ന സാധനമൊന്നും അല്ല. നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡോംസിന്റെ പേസ്റ്റൽ ബ്രഷ് പെൻസ് ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ ഒരു ബ്ലാക്ക് പെൻ ഉണ്ട്. കുറച്ച് ട്യൂലിപ്സ് എടുക്കുക, അതാ ഇതുപോലെ നേരത്തെ അങ്ങ് വരച്ചെടുക്കുക, എന്നിട്ട് സൈഡിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അത്രേ ഉള്ള പരിപാടി. നമ്മുടെ ഫസ്റ്റ് ബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ, ഇത്ര ടൈം എടുക്കുന്ന കാര്യമാണോ? സെക്കൻഡ് ബോർഡ് എന്ന് പറയുന്നത് കുറച്ച് ബോ ഇവിടെ സെറ്റ് ആക്കി കൊടുക്കണം. ഞാനിവിടെ 3 ബോസ് എടുക്കുന്നുണ്ട്. 3 ബോസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ബോസ് വരച്ച് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. ബ്രഷ് പെൻസ് കൊണ്ട് മാത്രം വരയ്ക്കുമ്പോഴാണ് വല്ലാതിരിക്കുന്നത്. ബ്ലാക്ക് പെൻ വെച്ച് ആ ബോർഡ് ഒന്ന് സെറ്റാക്കി കൊടുക്കുമ്പോൾ നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ബോസ് സെറ്റായി കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബോർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് റോസാപ്പൂ സെറ്റ് ആക്കാം. ഇത് റോസാപ്പൂ തന്നെയാണ്, നമ്മൾ ഡൂഡിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ലീവ്സും കൂടെ സെറ്റ് ആക്കി കൊടുത്താൽ നമ്മുടെ റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. അതായത് വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോർഡേഴ്സ് ആണ് കേട്ടോ. ഇനി കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് എടുക്കുക, യെല്ലോ എടുക്കുക, ഗ്രീൻ എടുക്കുക. അപ്പൊ അത് സെറ്റായി. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് വരച്ചു കൊടുത്താൽ നമ്മുടെ തേർഡും സെറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നാലാമത്തെ അതുപോലെ തന്നെ ലാസ്റ്റത്തെയും ബോർഡർ നോക്കാം. കുറച്ച് പേർപ്പിൾ ഹാർട്ട് വരയ്ക്കുക, കുറച്ച് ബ്രാഞ്ചസ് കൊടുക്കുക. അപ്പൊ നാലാമത്തെ നമ്മുടെ സെറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് വരച്ച 4 ബോർഡേഴ്സിൽ നിങ്ങൾക്ക് ഏതാ ഫേവറേറ്റ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് ഞാൻ പറയാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഒന്നും മറക്കരുത്. അപ്പോൾ ഒരു ലൈക്ക് ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്തൂടെ.